ഈ ലോപ്പസ് അച്ഛന് ബ്രെയിൻ ട്യൂമറാണ്, അതായത് തലച്ചോറിൽ ക്യാൻസറാണ്. 4ാമത്തെ സ്റ്റേജാണ്. നമുക്ക് പ്രത്യേകമായ ചികിത്സയൊന്നും സാധ്യമല്ല. അച്ഛൻ 6 മാസം കൂടെ ജീവിച്ചിരിക്കുകയുള്ളൂ. അച്ഛൻ ഒരു കലണ്ടർ എടുത്ത് മറിച്ചു നോക്കിയിട്ട് 6 മാസത്തിനു ശേഷമുള്ള ആരാധനാക്രമ മത്സരത്തിലെ ഒരു നല്ല ദിവസം, ഒരു തിരുനാൾ ദിവസം ഞാൻ കർത്താവിൽ നിദ്ര പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ആ പെന്തക്കോസ്താ ദിവസം ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കഥയല്ല, അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ ആ സംഭവത്തിലേക്ക് പതിയെ അച്ഛൻ ഓരോ ദിവസങ്ങളായി എണ്ണി കാത്തിരിക്കാൻ തുടങ്ങി. ആ പെന്തക്കോസ്താ ദിവസത്തിൻ്റെ തലേനാൾ വന്നെത്തി. ഊറാലയിട്ട് ആനാംവെള്ളം തളിച്ച് അച്ഛൻ്റെ തന്നെ കല്ലറ അച്ഛൻ വെഞ്ചരിച്ചു. ഞങ്ങൾ പലപ്പോഴായി പോയി പ്രാർത്ഥിച്ചിട്ടുള്ള സെമിത്തേരിയാണ്. പക്ഷെ അന്നേ ദിവസം നൊറോണച്ചൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടെ ആ സെമിത്തേരി ഒന്ന് കാണാൻ പോയി. ആ സെമിത്തേരിയിൽ ആദ്യം തന്നെയുണ്ട് ഈ കല്ലറ. അതായത് മരണത്തിനു വേണ്ടി സുന്ദരമായി ഒരുങ്ങി പ്രാർത്ഥിച്ച് തൻ്റെ കല്ലറ താൻ തന്നെ വെഞ്ചരിച്ച് മരിച്ചുപോയ ഒരു വൈദികന്റെ കല്ലറ. അതായത് ഇന്ന് ഒരു ഗ്ലോബൽ സർവേ എടുക്കുമ്പോൾ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ഒരു രാജ്യം. അവിടെ ഈ 928 AD ഒരു ക്രിസ്ത്യാനിയും ഇല്ല. അവിടെ ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. ഇനിയും ക്രിസ്തീയ രാജ്യങ്ങളെന്ന് തോന്നുന്ന, ഭൂഖണ്ഡങ്ങളെന്ന് തോന്നുന്ന ഓസ്ട്രേലിയയിലേക്ക് നോക്കുക. അവിടെയും 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലോ മറ്റോ മിഷണറിമാർ വരുമ്പോഴാണ് ക്രിസ്തീയത അല്ലെങ്കിൽ ആദ്യത്തെ ദേവാലയം, ഒരു കുരിശോ അല്ലെങ്കിൽ ഒരു കപ്പേളയോ ഒക്കെ തുടങ്ങുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇനി പോട്ടെ യൂറോപ്പിലേക്ക് നോക്കിയാലും നോർവേ, സ്വീഡൻ, ഹംഗറി മുതലായ രാജ്യങ്ങളൊന്നും 10ാം നൂറ്റാണ്ടിൽ അങ്ങനെ ക്രിസ്തീയ രാജ്യങ്ങളോ അല്ലെങ്കിൽ ക്രിസ്തീയതയുടെ വലിയ ഈറ്റില്ലങ്ങളോ ഒന്നും ആയിട്ടില്ല. അപ്പോഴാണ് ഈ 928 ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കപ്പെട്ടു എന്ന പാരമ്പര്യത്തിനും ചരിത്രത്തിനും അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും പൗരാണികമായ, അത്രയും പ്രാധാന്യമുള്ള ഒരു ഇടത്തിരുന്നിട്ടാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാപ്രാണം പള്ളിയിലെ വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നീണ്ട ഒരു ചരിത്രത്തിന്റെ, പാരമ്പര്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ഓരോ വട്ടവും ആഘോഷിക്കുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ഓരോ വട്ടവും നിങ്ങളിങ്ങനെ കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊന്ന് തിരിച്ച് ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുരിശ് ഈശോയുടെ മരണക്കിടക്കയാണ്. സത്യം പറഞ്ഞാൽ ഈശോയുടെ മരണക്കിടക്ക തന്നെയാണ് ഈശോയുടെ കുരിശ്. ആ കുരിശിൽ കിടന്ന് താൻ മരിക്കുമെന്ന് ഈശോ പ്രവചിക്കുകയാണ്. ഈശോ പ്രവചിക്കുക എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഈശോയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് മരണത്തെ ജയിച്ചവനെന്ന്. അത് ഈശോ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ മാത്രമല്ല ഈശോ മരണത്തെ ജയിച്ചത്, മറിച്ച് അവൻ അനുദിന ജീവിതത്തിൽ ഓരോ സമയത്തും ഈശോ തന്റെ മരണത്തെക്കുറിച്ച് ധ്യാനിച്ചാണ് ആ പരസ്യ ജീവിതത്തിൽ 3 വർഷക്കാലം മുന്നോട്ട് പോയത്. അതിന്റെ അടയാളമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന 3 വട്ടമെങ്കിലും നമ്മൾ മത്തായി, മാർക്കോസ്, ലൂക്കാ സുവിശേഷങ്ങളിൽ ഈശോ തന്റെ മരണത്തെക്കുറിച്ച് ധ്യാനിച്ച് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ കുരിശിൽ മരിക്കും, പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഓരോ ദിവസവും അവൻ തന്റെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുക. ഒന്ന് ഓർക്കുക, 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വല്ല കാര്യമുണ്ടോ അവന് മരണത്തെക്കുറിച്ച് ധ്യാനിക്കുക? എന്തെല്ലാം കാര്യം. അതായത് രോഗികളെ സുഖപ്പെടുത്തിയും വചനം പ്രസംഗിച്ചും അത്ഭുതങ്ങൾ ചെയ്തും ഗലീലി തീരത്തുകൂടെ കടന്നു പോകുന്ന ഓരോ സമയത്തും ഈശോ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെടുമെന്ന്. അത് ഈശോ തന്റെ തന്നെ മരണത്തെ ധ്യാനിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു മാതൃക കൂടെയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. തന്റെ മരണത്തെ ജയിക്കാനുള്ള ഒരു വഴിയായിട്ട് ശിഷ്യന്മാർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ധ്യാനിക്കണമേ എന്ന്. നമ്മുടെ ഈ കാലഘട്ടത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെ തന്റെ മരണത്തിന് മുൻപേ തന്നെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുകയും മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്ത ഒരാളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണത്? നമ്മുടെ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര കർമ്മം നടക്കുന്ന സമയത്ത് അവിടെ റോമിലായിരിക്കാൻ ഭാഗ്യമുണ്ടായത് ഇപ്പോഴും കൃതജ്ഞതയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ തന്റെ ഈ മൃതസംസ്കാര കർമ്മത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ ഒരുങ്ങിയ ഒരാളാണ്. ഈശോ എപ്രകാരമാണോ തന്റെ മരണത്തിനു വേണ്ടി ഒരുങ്ങിയത്, എപ്രകാരമാണോ ശിഷ്യന്മാരെ തന്റെ മരണത്തിനു വേണ്ടി ഒരുക്കിയത്, ഏതാണ്ട് അതുപോലെ തന്നെ
കൃത്യമായി വാച്യാർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാം ഫ്രാൻസിസ് പാപ്പ അത് തന്നെയാണ് ചെയ്തത്. കാരണം വർഷങ്ങൾക്ക് മുൻപേ തന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മാർപ്പാപ്പമാരെ അടക്കുന്ന മൃതസംസ്കാര കർമ്മം 2-3 കൊല്ലങ്ങൾ, അതായത് ഫ്രാൻസിസ് പാപ്പ മരിച്ചത് ഈ വർഷമാണ്, അതിനും 2-3 കൊല്ലം മുൻപേ തന്നെ അദ്ദേഹം ആ മൃതസംസ്കാര കർമ്മം ലളിതമായി പരിഷ്കരിച്ചു. അതായത് മുന്നേ ഉണ്ടായിരുന്ന വളരെ സാഘോഷമായ ആർഭാടപൂർണമായ മൃതസംസ്കാര കർമ്മത്തെ താൻ മരിക്കുമ്പോൾ അതിൻ്റെ മൃതസംസ്കാര കർമ്മം ലളിതമായിരിക്കണം, തൻ്റെ ജീവിതത്തോട് ചേർന്നത് തന്നെയായിരിക്കണം തൻ്റെ മരണ ശുശ്രൂഷയും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് മൃതസംസ്കാര കർമ്മം പരിഷ്കരിച്ചു. രണ്ടാമതായി മറ്റൊന്നുകൂടെ ചെയ്തു. സാധാരണയായി മാർപ്പാപ്പമാരെ അടക്കുന്ന ശവമഞ്ചം, അതായത് ശവപ്പെട്ടി 3 അടക്കുകളുള്ളതാണ്. ആദ്യം ഓക്കുമരത്തിന്റെ ഒരു പെട്ടി, അത് പിന്നീട് ഈയം കൊണ്ടുള്ളൊരു പെട്ടിയിലേക്ക് അടക്കും. അതിനുശേഷം സൈപ്രസ് മരം കൊണ്ട് വീണ്ടും, അങ്ങനെ 3 പെട്ടികളിലായിട്ടാണ് പുരാതന കാലം തൊട്ടേ മാർപ്പാപ്പമാരെ അടക്കിയിരുന്നത്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, എനിക്ക് ലളിതമായ ഒറ്റ ഒരു പെട്ടി മതി, സൈപ്രസ് മരത്തിന്റെ ഒറ്റ പെട്ടി. ആ ഒരൊറ്റ പെട്ടിയിലാണ്, അത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പാപ്പ എഴുതി വെച്ചു, എന്നെ അടക്കുന്നത് എൻ്റെ ജീവിതം പോലെ ലളിതമായ ഒരു ശവപ്പെട്ടിയിലായിരിക്കണം. മൂന്നാമതായി അദ്ദേഹം തന്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയത്, എല്ലാ മാർപ്പാപ്പമാരെയും നിങ്ങളിപ്പോൾ റോമിൽ ചെന്നാൽ കാണാം, സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയുള്ള ഒരു പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഇടത്താണ് എല്ലാ മാർപ്പാപ്പമാരെയും അടക്കിയിട്ടുള്ളത്. പക്ഷെ ഫ്രാൻസിസ് പാപ്പയെ അടക്കിയിരിക്കുന്നത് മേരി മേജർ ബസിലിക്കയിലെ വളരെ ലളിതമായിട്ട് ഒരു കല്ലറയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം പേരെഴുതിക്കൊണ്ട് ഒരു ചെറിയ കല്ലറ, ഏറ്റവും ലളിതമായ ഒരു കല്ലറ. പ്രിയമുള്ളവരെ, ഇത് പറയാൻ കാരണം നമ്മളും നമ്മുടെ മരണത്തിന് വേണ്ടി അടക്കം ഒരുങ്ങുന്നത് നല്ലതാണ്. നമ്മൾ കുരിശിനെ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോ എങ്ങനെയാണ് കുരിശിനെ ധ്യാനിച്ചത് എന്നതുപോലെ നമ്മളും നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതകാലത്തിൽ നമ്മൾ പലതിൻ്റെയും ഒക്കെ പുറകെ ഓട്ടത്തിലാണ്, തിരക്കിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഏറ്റവും വിലയേറിയത് എന്താണ് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നൈമിഷികതയെ ഓർമ്മിപ്പിക്കാനും നിത്യജീവനെ കുറിച്ചൊന്ന് ധ്യാനിക്കാനും നമ്മുടെ തന്നെ മരണത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ആത്മപരിശോധന ചെയ്യാം. വ്യക്തിപരമായി മരണത്തിന് വേണ്ടി ഏറ്റവും സുന്ദരമായിട്ട് ഒരുങ്ങിയ ഒരു അച്ഛനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ഒരു അച്ഛനെ കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പൂനെ പേപ്പൽ സെമിനാരിയിലാണ് പഠിച്ചത്. അവിടെ ആ സെമിനാരിയുടെ 75ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട്, അതായത് പഠനശേഷം എല്ലാ അവിടെ പഠിച്ചു പോയ അച്ഛന്മാരെല്ലാം തിരികെ ക്ഷണിക്കുകയും അവിടെ അലുമിനിയുടെ 75ാം വാർഷികമായിട്ട് ആഘോഷിക്കുകയും ചെയ്തൊരു വേളയിൽ അവിടെ പോകാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ പോയപ്പോൾ അവിടെ വന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ ഒരച്ഛൻ, അതായത് 75 വർഷം ആ സെമിനാരിയുടെ ആരംഭകാലത്ത് പഠിച്ച ഒരച്ഛൻ അവിടെ വന്നിരുന്നു. അപ്പോൾ ആ അച്ഛന്റെ പേര് ആലപ്പുഴ രൂപതക്കാരനായിട്ടുള്ള മൈക്കിൾ നൊറോണ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ വളരെ പ്രായമായി ട്രെയിനൊക്കെ കയറി റിട്ടയർമെന്റ് ജീവിതത്തിലായിരിക്കുന്ന ഒരു അച്ഛനാണ്. ആ അച്ഛൻ അവിടെ വന്നു, സെമിനാരിയുടെ ഈ 75ാം ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. ഏറ്റവും അവസാനം മലയാളികളായ അച്ഛന്മാരുടെ ഒരു ചെറിയ കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത് സംസാരിച്ചു. അപ്പോൾ എല്ലാ അച്ഛന്മാരും അവരവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോൾ ഈ റിട്ടയർമെന്റ് കഴിഞ്ഞ പ്രായമായ ഈ മൈക്കിൾ നൊറോണ അച്ഛനോട് പറഞ്ഞു, അച്ഛന്റെ പഴയ സെമിനാരി കാലത്തെ എന്തെങ്കിലും ഒരു ഓർമ്മ അച്ഛന് പങ്കുവെക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പങ്കുവെച്ച ഒരു ഓർമ്മ, അതിനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ മൈക്കിൾ നൊറോണ അച്ഛൻ പറഞ്ഞത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ബെൽജിയംകാരനായ ഒരു അച്ഛനെ കുറിച്ചാണ്. പേര് ലോപ്പസ്. ആ അച്ഛനായിരുന്നു സെമിനാരിയുടെ പ്രൊക്കുറേറ്റർ. അപ്പൊ ഈ പ്രൊക്കുറേറ്റർ അച്ഛൻ ഇവരുടെ സെമിനാരി കാലഘട്ടത്തിനിടയ്ക്ക് വല്ലാതെ പതിവില്ലാതെ എപ്പോഴും തലവേദന വരുന്നതിന്റെ ഭാഗമായി എല്ലാ ദിവസവും തലവേദന. അപ്പൊ ഈ അച്ഛൻ പൂനെയിൽ നിന്ന് ബോംബെയിലെ ഒരു ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. എന്താണ് ഈ തലവേദനയുടെ കാരണം? കൂടുതൽ വിശദമായ ചെക്കപ്പുകളും സ്കാനിങ്ങും ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ലോപ്പസ് അച്ഛന് ബ്രെയിൻ ട്യൂമറാണ്, അതായത് തലച്ചോറിൽ ക്യാൻസറാണ്. ഇത് അറിഞ്ഞു ഡോക്ടർ പറഞ്ഞു, ഈ ലോപ്പസ് അച്ഛനോട് തന്നെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു, അച്ഛാ 4ാമത്തെ സ്റ്റേജാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായ ചികിത്സയൊന്നും സാധ്യമല്ല, അച്ഛൻ 6 മാസം കൂടെ ജീവിച്ചിരിക്കുകയുള്ളൂ. അച്ഛനോട് തന്നെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു.
അച്ഛൻ ബോംബെയിൽ നിന്ന് മടങ്ങി പൂനെ സെമിനാരിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ പൂനെ സെമിനാരി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എല്ലാവരോടുമായി, അതായത് അവിടെ കൂടിയിരുന്ന ബ്രദേഴ്സിനോടും അച്ഛന്മാരോടും ഒക്കെ ആയിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തു, 6 മാസം കൂടെ ഞാൻ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പോൾ എല്ലാവരും സങ്കടത്തോടെ പ്രാർത്ഥിക്കാമെന്നേറ്റു. പിറ്റേ ദിവസം അച്ഛൻ നോട്ടീസ് ബോർഡിൽ പ്രാർത്ഥിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രൊക്കുറേറ്റർ അച്ഛനായിട്ടുള്ള ഈ ലോപ്പസ് അച്ഛൻ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഇട്ടു, പ്രാർത്ഥിക്കാനുള്ള കാരണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതായത് തലേന്നു രാത്രി അച്ഛൻ ഒരു കലണ്ടർ എടുത്ത് മറിച്ചു നോക്കിയിട്ട് 6 മാസത്തിനു ശേഷമുള്ള ഒരു നല്ല ദിവസം നോക്കി. നല്ല ദിവസം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, മറ്റേ രാഹുവും കേതുവൊന്നും ഇല്ലാത്ത ദിവസമല്ല, മറിച്ച് ആരാധനാക്രമ മത്സരത്തിലെ ഒരു നല്ല ദിവസം, ഒരു തിരുനാൾ ദിവസം. 6 മാസം കഴിയുമ്പോൾ ഒരു പെന്തക്കോസ്ത ദിവസം വരുന്നുണ്ട്. അപ്പോ ആ പെന്തക്കോസ്ത ദിവസം നോക്കി ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പിറ്റേന്ന് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 6 മാസത്തിനു ശേഷമുള്ള ഈ പെന്തക്കോസ്ത ദിവസം ഞാൻ കർത്താവിൽ നിദ്ര പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ആ പെന്തക്കോസ്ത ദിവസം ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര സുന്ദരമായ പ്രാർത്ഥന! തലച്ചോറിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? 6 മാസം കഴിയുമ്പോൾ പെന്തക്കോസ്ത ദിവസം അല്ലെങ്കിൽ മരിക്കാനായിട്ട് പ്രാർത്ഥിക്കുമോ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും മറ്റു ചില നമ്മുടെ കൂടെ ജീവിക്കുന്ന ചില ആളുകളുടെ പ്രാർത്ഥനകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുകൂടെ ഓർക്കാൻ കൂടിയാണ് ഇത് പറയുന്നത്. നമ്മളെല്ലാവരും എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ ലെവലിൽ നിൽക്കുന്നവരാണ്, അല്ലേ? എന്നാൽ ഇതിനേക്കാൾ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ചിലർ കൂടെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ അറിയാതെ വിശുദ്ധരായ ചില മനുഷ്യർ നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട് എന്നുകൂടെ ഓർക്കാൻ വേണ്ടിയാണ്. 6 മാസം കഴിഞ്ഞുള്ള ഈ പെന്തക്കോസ്ത ദിവസം മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. കഥയിലേക്ക് മടങ്ങി വരാം. കഥയല്ല, അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ ആ സംഭവത്തിലേക്ക്. വേറൊരു കാര്യം കൂടെ അച്ഛൻ ചെയ്തു. അച്ഛൻ പ്രൊക്കുറേറ്റർ അച്ഛനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ മനസ്സിലാക്കി, പൂനെ പേപ്പൽ സെമിനാരിയിൽ ആരംഭിച്ച സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ സിമിത്തേരി ഇല്ല എന്ന് അച്ഛന് മനസ്സിലായി. അപ്പോൾ സിമിത്തേരി ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഒരു അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ കല്ലറ വേണമല്ലോ, അടക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സിമിത്തേരി നിർമ്മാണവും അച്ഛൻ തന്നെ ഏറ്റെടുത്തു. തന്നെ അടക്കാനുള്ള സിമിത്തേരിയുടെയും കല്ലറയുടെയും നിർമ്മാണം. പതിയെ അച്ഛൻ ഓരോ ദിവസങ്ങളായി എണ്ണി കാത്തിരിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ സെമിനാരിയിലെ സെമിത്തേരി നിർമ്മാണവും തകൃതിയായി മുന്നോട്ട് പോയി. അച്ഛന് വേണ്ടിയുള്ള കല്ലറ ഒരുങ്ങി. ഓരോ മാസങ്ങളായി കടന്നുപോയി. ഒടുക്കം ആ പെന്തക്കോസ്ത ദിവസത്തിന്റെ തലേനാൾ വന്നെത്തി. അന്നേ ദിവസം അപ്പോഴേക്കും അച്ഛൻ അവശതയായി. അച്ഛന് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. അന്ന് അച്ഛന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്നത് ഈ ഞങ്ങളോടിത് പങ്കുവയ്ക്കുന്ന മൈക്കിൾ നൊറോണ അച്ഛനാണ്. അതായത് അന്ന് സെമിനാരിക്കാരനായിട്ടുള്ള ബ്രദർ. അപ്പോൾ ഈ മൈക്കിൾ നൊറോണ ബ്രദറിനെ വിളിച്ചു. അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ, നമ്മുടെ സെമിത്തേരി പണിയൊക്കെ പൂർത്തിയായില്ലേ? അച്ഛൻ ബ്രദർ പറഞ്ഞു, ഉവ്വ, പൂർത്തിയായി. കല്ലറയൊക്കെ നല്ല ഭംഗിയായിട്ട് പണിതോ? ഉവ്വ. എങ്കിൽ എനിക്കതൊന്ന് കാണണം. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഒരു വീൽ ചെയറിലിരുത്തി ആ കല്ലറയ്ക്ക് മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി. അച്ഛൻ കണ്ണു നിറയെ കണ്ടു. തന്റെ തന്നെ കല്ലറ 6 അടി മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ബ്രദറെ, ഒരു ഊറാലയും ആനാം വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ബ്രദർ പോയി എടുത്തു. അതിനുശേഷം അച്ഛൻ ഊറാലയിട്ട് ആനാം വെള്ളം തളിച്ച് അച്ഛന്റെ തന്നെ കല്ലറ അച്ഛൻ വെഞ്ചിരിച്ചു. അതായത് ലത്തീൻ ആരാധന ക്രമം അനുസരിച്ച് നമ്മൾ ആദ്യം ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, കല്ലറ വെഞ്ചിരിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആഘോഷമായത് നടത്തി. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, നമുക്ക് പോവാം. തിരിച്ചുപോയി. പിറ്റേ ദിവസം പെന്തക്കോസ്ത ദിവസം പ്രഭാതത്തിൽ അച്ഛന്റെ ആഗ്രഹപ്രകാരം അച്ഛൻ മരിക്കുന്നു. ഒടുക്കം അച്ഛനെ ആ സെമിത്തേരിയിൽ തന്നെ, താൻ തന്നെ വെഞ്ചരിച്ച ആ കല്ലറയിൽ തന്നെ അടക്കുകയും ചെയ്യുന്നു. എത്ര സുന്ദരമായ മരണം! മൈക്കിൾ നൊറോണ അച്ഛൻ ഇത് ഞങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അവിടെ പ്രത്യേകമായ ഒരു നിശബ്ദത, എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തറച്ചു കയറുന്ന ഒരു നിശബ്ദത ഹോൾ മുഴുവൻ നിറഞ്ഞു. കാരണം ഞങ്ങൾ പലപ്പോഴായി പോയി പ്രാർത്ഥിച്ചിട്ടുള്ള സെമിത്തേരിയാണ്. പക്ഷെ അന്നേ ദിവസം നൊറോണ അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടെ ആ സെമിത്തേരി ഒന്ന് കാണാൻ പോയി. ആ സെമിത്തേരിയിൽ ആദ്യം തന്നെയുണ്ട് ഈ കല്ലറ. അതായത് മരണത്തിനു വേണ്ടി സുന്ദരമായി ഒരുങ്ങി പ്രാർത്ഥിച്ച് തന്റെ കല്ലറ താൻ തന്നെ വെഞ്ചരിച്ച് മരിച്ചുപോയ ഒരു വൈദികന്റെ കല്ലറ.
ഏതാണ്ട് ഇതുപോലുള്ളൊരു വൈദികന്റെ മറ്റൊരു കഥ കൂടെ പങ്കുവെച്ചിട്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. അതായത് ആ വൈദികനെ ചിലപ്പോൾ നിങ്ങളൊക്കെ അറിയും എന്നതുകൊണ്ട് പേരോ രൂപതയോ ഒന്നും പറയുന്നില്ല. ആ വൈദികൻ ചെയ്തത് തന്റെ റിട്ടയർമെന്റ് ഹോമിലേക്ക് കടന്നുപോയപ്പോ, 75 വയസ്സാകുമ്പോൾ അച്ഛന്മാരൊക്കെ റിട്ടയർ ആവുമല്ലോ. അപ്പൊ അങ്ങനെ റിട്ടയർമെന്റിലേക്ക് കടന്നുപോയപ്പോ താൻ അന്നോളം ഉപയോഗിച്ച ഒരുപാട് പെട്ടിയും പ്രമാണങ്ങളും അലമാരയും തുണിയും എല്ലാം കൊണ്ടുപോയി. അതോടൊപ്പം താൻ ഇതേവരെ ഉപയോഗിക്കാത്തൊരു സാധനം കൂടെ കൊണ്ടുപോയി, ഒരു ശവമഞ്ചം, ഒരു ശവപ്പെട്ടി കൂടെ റിട്ടയർമെന്റ് ഹോമിലേക്ക് കൊണ്ടുപോയ വൈദികൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ ഒരു മൂലയ്ക്ക് ഇത് കുത്തിച്ചാരി വെച്ചു. എന്തിനാ? എല്ലാ ദിവസവും കാണാൻ. ഇവിടെ ഈശോയുടെ കുരിശുരൂപം, ഇവിടെ തന്റെ തന്നെ ശവപ്പെട്ടി. അപ്പൊ കൂടെയുള്ള അച്ഛന്മാരൊക്കെ നല്ല പണക്കം പണങ്ങി. ഈ ഐശ്വര്യം കേട്ട സാധനമൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ പറയുന്നതനുസരിച്ച് തന്റെ വൈദിക ജീവിതത്തിന്റെ ഏറ്റവും തിരക്കേറിയ നാളുകളെക്കാൾ ഏറ്റവും സന്തോഷവും സമാധാനവുമുള്ള ദിവസങ്ങളാണിത്. എല്ലാ ദിവസവും തന്റെ തന്നെ ശവപ്പെട്ടിയിലേക്ക് നോക്കിതാ എന്റെ യാത്ര ഇതുവരെയേ ഉള്ളൂ എന്ന തിരിച്ചറിവോടുകൂടെ, എന്നൊരു സംതൃപ്തിയോടുകൂടെ എല്ലാ ദിവസവും ഇതിനെ ധ്യാനിച്ച് മുന്നോട്ട് പോകുകയപ്പോ ആ അച്ഛൻ പറഞ്ഞാണ് വളരെ സന്തോഷവും സമാധാനവും. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ പറയുന്നു, നമുക്ക് നമ്മുടെ തന്നെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കാം. കുറച്ചുകൂടെ നമ്മുടെ ജീവിതങ്ങൾ എളുതാകും, നമ്മുടെ ജീവിതങ്ങളുടെ ഭാരം കുറച്ചു കുറയും. ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഒന്ന് വിനയപ്പെടാൻ, എളിമപ്പെടാൻ അത് നമ്മളെ സഹായിക്കും. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന, സമ്പത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലുകളിൽ കുടുംബത്തിൻ്റെയോടുള്ള സ്നേഹം, അവരുമായിട്ട് സമയം പങ്കുവയ്ക്കാൻ കിട്ടാത്ത അവസരങ്ങൾ, അതിനെക്കുറിച്ചുള്ള പരിഭവങ്ങൾ, യഥാർത്ഥത്തിൽ നമ്മൾ പ്രധാനപ്പെട്ടത്, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ടതെന്ത്, അപ്രധാനമെന്ത്, വിലയുള്ളതെന്ത്, വിലകെട്ടതെന്ത്, നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണോ യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടത് എന്നൊക്കെ ഒന്ന് ആത്മപരിശോധന ചെയ്യാൻ, പരസ്യ ജീവിതകാലത്ത് ഈശോ എപ്രകാരമാണോ ധ്യാനിച്ചത്, ഏതാണ്ട് അതുപോലെ എന്റെ ജീവിതവും ഈ 6 അടി മണ്ണ് വരെയാണ് ഉള്ളത്, ഒരു ശവമഞ്ചത്തിൽ കിടക്കാനുള്ള ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആരും ഇതൊരു സങ്കടത്തിലേക്കോ വിഷാദത്തിലേക്കോ മനുഷ്യരെ തള്ളി നീക്കാൻ വേണ്ടിയല്ല. മരണത്തെ ജയിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി, പുരാതനമായ മനുഷ്യന്റെ ഈ മരണഭയത്തെ നീക്കാനുള്ള ഏറ്റവും എളുപ്പവഴി, അതിനെക്കുറിച്ച് തന്നെ ധൈര്യപൂർവ്വം ധ്യാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ എവിടെ വരെ എത്തിച്ചേരാനുള്ളതാണ്, അതിനപ്പുറമുള്ള നിത്യജീവനിലേക്ക് പോകാനുള്ളതാണ് നമ്മുടെ ജീവിതങ്ങൾ എന്ന തിരിച്ചറിവോടുകൂടെ കുറെ കൂടെ ലളിതമായി ജീവിക്കാനും കുറെ കൂടെ ഭാരമില്ലാതെ ജീവിക്കാനും മരണധ്യാനം നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.